എണീക്കുമ്മ, ഉമ്മൻ്റെ മോളല്ലേ വിളിക്കുന്നേ. നിങ്ങൾ കിടപ്പ് കണ്ടില്ലേ, പടച്ചോൻ ഓർത്തിട്ടെങ്കിലും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളുടെ ഉമ്മയുടെ കിടപ്പുണ്ട്, ഞങ്ങൾക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പോൾ കഴിയുന്നവരൊക്കെ ഞങ്ങൾക്ക് മാക്സിമം സഹായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. വളരെ എമർജൻസി ആയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരുടെയും സഹായം ഷബാന എന്ന് പറയുന്ന ഈ സഹോദരിക്ക് വേണം. മഞ്ഞപ്പിത്തം ബാധിച്ച് അത് കരളിനെ ബാധിച്ചിട്ട് കരള് മാറ്റിവെച്ചിട്ട് ജീവൻ നിലനിർത്തി ഈയൊരവസ്ഥയിലാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നത്. ഇനി ഈ ജീവൻ രക്ഷിക്കണമെങ്കിൽ, തുടർ ചികിത്സ നടത്തണമെങ്കിൽ 25 ലക്ഷം രൂപ ഇവിടെ ബില്ലടയ്ക്കാനും തുടർ ചികിത്സയ്ക്ക് വേറെയും വേണം. ഓട്ടോറിക്ഷ ഡ്രൈവറായ ഭർത്താവും വീട് വരെ പണയപ്പെടുത്തിയിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ഗതിയും ഇല്ലാതെ നിൽക്കുന്ന ഈ ഒരു കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ ഭാര്യയാണ് ഈ കിടക്കുന്നത്. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. പെട്ടെന്ന് മഞ്ഞപ്പിത്തം കൂടി കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു. 25 ലക്ഷത്തോളം രൂപ ഇവിടെ കെട്ടിവെക്കാനുണ്ട്. പോരാത്തതിന് 40 ലക്ഷം രൂപ ഉടനെ വേണ്ട ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്, എനിക്ക് 2 പെൺമക്കളാണുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിന് വേണ്ടുന്ന ഒരു സഹായം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു തരണം വിനീതമായി അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ഉമ്മച്ചിയാണ് ഈ കിടക്കുന്നത്. കരൾ ചികിത്സയായിട്ട് ആസ്റ്റർ മെഡിസിനിൽ അഡ്മിറ്റാണ്. ഞങ്ങളെ കൊണ്ട് താങ്ങാത്ത വിധം പൈസ ഞങ്ങൾക്ക് ചികിത്സാ സഹായത്തിന് ആവശ്യമായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കുമെന്ന് സപ്പോർട്ടോട് കൂടിയിട്ടാണ് കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ എത്തിയതും പിറ്റേ ദിവസം തന്നെ അവരുടെ കരള് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ഈ ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോ ഇവർ കിടക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അബ്ദുൽ അസീസ്, മടക്കത്താനം മുസ്ലിം ജമാഅത്ത് ഇമാമാണ്. പറയപ്പെട്ട ഷബാന എന്ന സഹോദരി എൻ്റെ മഹല്ലിൽ താമസിക്കുന്ന ഒരംഗമാണ്. പറയപ്പെട്ടതുപോലെ വളരെ പ്രയാസകരമായ നിലയിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന, വളരെ സാമ്പത്തികമായി പിന്നോക്കമുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരിയാണ്. അതുകൊണ്ട് തീർത്തും സഹായിക്കാൻ എന്തുകൊണ്ടും അർഹതപ്പെട്ട ഒരു കുടുംബം എന്ന നിലയിൽ അവരെ നിങ്ങൾ നിശ്ചയമായും സഹായിക്കണം എന്ന് വിനീതമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് സൈനുദ്ദീൻ എന്നാണ്. മടക്കത്താനം മുസ്ലിം ജമാഅത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഷബാന എന്ന് പറയുന്ന ഈ കുട്ടി എൻ്റെ ജമാഅത്ത് അംഗമായ നിസാറിൻ്റെ ഭാര്യ. അദ്ദേഹത്തിന് 2 പ്രായമില്ലാത്ത 2 കൊച്ചു പെൺപിള്ളേരാണ്. അദ്ദേഹം തൊടുപുഴ ടൗണിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തിന് കിടപ്പിടമായിട്ട് 3 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ കിടപ്പിടം പണയം വെച്ചാണ് ഈ കുട്ടിയെയുമായി ഭാര്യയുമായി ആസ്റ്റർ മെഡിസിറ്റിയിൽ വളരെ സീരിയസ് ആയി കിടന്ന സാഹചര്യത്തിൽ ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞ് ഡോക്ടർമാർ വളരെ അടിയന്തരമായ ചില പരിശോധനകൾ നടത്തി വന്നു കഴിഞ്ഞപ്പോൾ ഉദ്ദേശം ഒരു 25 ലക്ഷം രൂപയോളം വളരെ അടിയന്തരമായിട്ട് വേണം. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലോ ഞങ്ങളുടെ കയ്യിലോ പണമില്ലായിരുന്നു. എങ്കിലും ആശുപത്രിക്കാരുടെ സഹായ സഹകരണം കൊണ്ട് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തി ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആൾക്കാരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ അപേക്ഷിക്കുന്നു. മൂവാറ്റുപുഴയ്ക്കടുത്ത് തൊടുപുഴ മടക്കത്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുടുംബം താമസിക്കുന്നത്. അവരുടെ ഭർത്താവിന്റെ പേരിലുള്ള, നിസാറിന്റെ പേരിലുള്ള അക്കൗണ്ടും ഗൂഗിൾ പേയും പേടിഎമ്മും എല്ലാം ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും പറയാം.